Hello everyone. So now we are question like on the movie നോക്കാം. A particle of mass m is moving in a circular orbit under the influence of the central force F of r is equal to minus kr. So ഈ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പാർട്ടിക്കിൾ സർക്കുലർ ഓർബിറ്റിൽ കടന്ന് കറങ്ങുന്നത്. സോ ഇവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ഈ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ദ സെൻട്രൽ ഫോഴ്സ് വിൽ പ്രൊവൈഡ് നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്താം, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം വി സ്ക്വയർ ബൈ ആർ ആണ്. വേറെ സെൻട്രൽ ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൈനസ് കെ ആർ ആണ്. സോ മാഗ്നിറ്റ്യൂഡ് വൈസ് എടുക്കുകയാണെങ്കിൽ കെ ആർ. ദെൻ അതിന് കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ എനർജി ചോദ്യത്തിൽ പറയുന്നുണ്ട് കെ ആർ സ്ക്വയർ ബൈ 2, where k is a positive force constant, r is radial distance from the origin. According to Bohr's quantization rule, the angular momentum of the particle is given by L is equal to nh bar, where h bar is equal to h by 2 pi, h is Planck's constant and n is a positive integer, and v and e are speed and total energy of the particle. Then which of the following expressions are correct? So ഏതൊക്കെ എക്സ്പ്രഷൻസ് ആണ് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. സോ ഫസ്റ്റ് തന്നെ നമുക്കറിയാം എം ബി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു കെ ആർ ആകുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തുകൂടെ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു കെ ആർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ എഴുതി കൂടെ. എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ. കാരണം ഈ സെൻട്രൽ ഫോഴ്സ് ആണ് ഇവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നുണ്ട് എൽ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബാർ. സോ എൽ ഇസ് ഈക്വൽ ടു ആംഗുലാർ മൊമെന്റം എം വി ആർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. വേർ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ എച്ച് ബാർ ഇസ് ഈക്വൽ ടു എം വി ആർ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എം വി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താം, എൻ എച്ച് ബാർ ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു എം വി. ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. സോ എം വിയുടെ വാല്യൂ നമുക്കറിയാം, എം വി ഇൻറ്റു വി സ്ക്വയർ ആണ് കെ ആർ സ്ക്വയർ. സോ നമുക്ക് എന്ത് വേണം, ഫസ്റ്റത്തെ റിലേഷൻ ആയ ആർ സ്ക്വയർ അല്ലെങ്കിൽ ഈ രണ്ട് റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ സ്ക്വയർ എടുക്കാം. സോ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എം സ്ക്വയർ വി സ്ക്വയർ. ഇവിടെ എന്ത് വരും, എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ, താഴത്തുള്ള ആറ് മുകളിൽ പോയാൽ ആർ സ്ക്വയർ ആയിട്ട് വരും. സോ അടുത്ത സ്റ്റെപ്പിൽ കെ ഇൻറ്റു ആർ സ്ക്വയർ ആർ റൈസ് ടു 4. അടുത്ത സ്റ്റെപ്പിൽ എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ വരും. സോ എം സ്ക്വയറിൽ നമുക്ക് ഒരു എം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ കട്ട് ചെയ്താൽ 1 ബൈ എം ഇസ് ഈക്വൽ ടു കെ ആർ റൈസ് ടു 4 ഡിവൈഡ് ബൈ എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ എന്ന് വരും. നമുക്ക് ആദ്യം ആർ സ്ക്വയറിന്റെ ഫോമിലേക്ക് എഴുതാം. സോ ഈ ടേംസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ സ്ക്വയർ എച്ച് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എം ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 4. വാട്ട് ഈസ് ആർ റൈസ് ടു 4? ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. അടുത്ത സ്റ്റെപ്പിൽ ആ സ്ക്വയർ ഇങ്ങോട്ടേക്ക് പോയാൽ റൂട്ടായിട്ട് മാറും. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നിന്റെ റൂട്ട് എൻ സ്ക്വയർ റൂട്ട് എൻ, എച്ച് ബാർ സ്ക്വയറിന് റൂട്ട് എച്ച് ബാർ. ദെൻ നമുക്ക് എന്ത് ചെയ്താം, റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ എം ഇൻറ്റു കെ. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബാർ ഇൻറ്റു റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ എം ഇൻറ്റു കെ. സോ നോക്കുമ്പോൾ ഓപ്ഷൻ എ ഈസ് കറക്റ്റ് ആണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ എച്ച് ബാർ ഇൻറ്റു റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ എം ഇൻറ്റു കെ. സോ ചെയ്ത മെത്തേഡ് ഈസ് വെരി ഈസി. എന്താണത്, സെൻട്രൽ ഫോഴ്സ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും, ഇക്വേഷൻ ഉണ്ടാക്കി. വി നോ ദാറ്റ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു എം വി ആർ. ഇവിടെ എം വി ഇസ് ഈക്വൽ ടു എൻ എച്ച് ബാർ ഡിവൈഡ് ബൈ ആർ ആക്കി. രണ്ട് ഇക്വേഷൻസും നമ്മൾ റിലേറ്റ് ചെയ്തു, ആർ സ്ക്വയർ എന്നുള്ള ടൈമിനെ കൊണ്ടുവന്നു. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് എന്ന് കിട്ടി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത രീതിയിലേക്ക് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ, കെ ആർ ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ അല്ലേ. എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മൂവ് ചെയ്ത് നോക്കാം. അതായത് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെ ഇൻറ്റു വാട്ട് ഈസ് ആർ സ്ക്വയർ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആർ സ്ക്വയർ എന്താ, എൻ എച്ച് ബാർ ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ എം കെ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് എം കെ എന്ന് എഴുതി കൂടെ. ഈക്വൽ ടു എം വി സ്ക്വയർ അല്ലേ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വാട്ട് ഈസ് വി സ്ക്വയർ എന്ന് എഴുതാം. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എൻ എച്ച് ബാർ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു റൂട്ട് എം കെ എന്ന് വരാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കെനെയും എമ്മിനെയും റൂട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയേക്കാം. സോ എൻ എച്ച് ബാർ അവിടെ തന്നെ ഉണ്ടാവും. റൂട്ട് ഓഫ് എടുക്കുമ്പോൾ കെ റൂട്ടിൻ്റെ അകത്ത് പോകുമ്പോൾ കെ സ്ക്വയർ ആവും, എം റൂട്ടിൻ്റെ അകത്ത് പോകുമ്പോൾ എം സ്ക്വയർ ആവും. സോ എം ഇൻറ്റു കെ ഉണ്ടാവും. കെ കട്ട് ചെയ്യുക, എമ്മും എം സ്ക്വയർ എം ക്യൂബ് ആവും. സോ എൻ എച്ച് ബാർ റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം ക്യൂബ് എന്ന് വരും. എൻ എച്ച് ബാർ
ഡിവൈഡ് NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം ക്യൂബ്. അതായത് ഓപ്ഷൻ ബി കറക്റ്റ് കിട്ടും അല്ലേ? ഓപ്ഷൻ ബിയും കറക്റ്റ്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം ക്യൂബ്. ദെൻ നമ്മൾ തേർഡ് ഓപ്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തേർഡ് ഓപ്ഷനിൽ പറയുന്നുണ്ട് എൽ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ, വേർ എൽ എന്ന് പറഞ്ഞാൽ എന്താ എം വി ആർ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ എന്ന് വരും. എമ്മും ആറും കട്ട് ചെയ്താൽ നമുക്ക് വി ബൈ ആർ എന്ന് കിട്ടും. മൂവിങ് ടു ദ ഫസ്റ്റ് റിലേഷൻ, നിങ്ങൾക്കറിയാം എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ അല്ലേ? എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ അല്ലേ? സോ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എമ്മും വി ബൈ ആർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ബൈ എമ്മും വി ബൈ ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ ബൈ എമ്മുമാണ്. സോ ഇവിടെ വി ബൈ ആർ നമ്മൾ റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് കൊടുക്കുമ്പോൾ ഈ റിലേഷൻ നമുക്ക് ട്രൂ ആയിട്ട് വന്നു അല്ലേ? എൽ ബൈ എം ആർ സ്ക്വയർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് കെ ബൈ എം എന്നുള്ള ആൻസറും കിട്ടി. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഈക്വൽ ടു NH ബാർ ഡിവൈഡ് ബൈ 2 റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി. വാട്ട് ഇസ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, വേർ പൊട്ടൻഷ്യൽ എനർജി ഗിവൺ ദാറ്റ് ഹാഫ് കെ ആർ സ്ക്വയർ ആണ്. സോ രണ്ട് റിലേഷൻസ് നമ്മൾ ഓൾറെഡി കിട്ടി. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. വാട്ട് ഇസ് വാല്യൂ ഓഫ് വി സ്ക്വയർ ഹിയർ? വി സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് എന്താ? NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം ക്യൂബ്. NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ഡിവൈഡ് ബൈ എം ക്യൂബ് പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു വാട്ട് ഇസ് ആർ സ്ക്വയർ? ആർ സ്ക്വയർ നമ്മൾ ഫസ്റ്റ് റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് NH ബാർ ഡിവൈഡ് ബൈ റൂട്ട് എം കെ. സോ എന്ത് വരും? NH ബാർ ഡിവൈഡ് ബൈ റൂട്ട് എം കെ. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ. ഓപ്ഷനിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് എത്തിക്കണം. സോ എം എന്നുള്ള ടേമിനെ ഇക്വേഷൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടുക? ഹാഫ് ഇൻറ്റു NH ബാർ വരും. റൂട്ടിൻ്റെ അകത്തേക്ക് എം പോയാൽ എം സ്ക്വയർ ആവും. ആ എം സ്ക്വയറും എം ക്യൂബും കട്ട് ചെയ്യുമ്പോൾ കെ ബൈ എം വരും. അതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു NH ബാർ ചെയ്യുക. ഈ കെന്റെ റൂട്ടിൻ്റെ അകത്തെ കൊണ്ട് റൂട്ട് ഓഫ് കെ സ്ക്വയർ വരും. താഴെയുള്ള കെയും മുകളിലുള്ള കെയും കട്ട് ചെയ്താൽ കെ ബൈ എം വരും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് NH ബാർ പ്ലസ് ഹാഫ് NH ബാർ പ്ലസ് റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫ് കൊണ്ട് ആഡ് ചെയ്താൽ 2 അല്ലേ വരും? 2 ഇൻറ്റു 1/2 1 വരും. സോ NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം എന്നായിരിക്കും ആൻസർ വരുന്നത്. NH ബാർ ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം. സോ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഡി ആണെന്ത്? NH ബാർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. സോ ദിസ് ഈസ് റോങ്. സോ കറക്റ്റായ 3 ആൻസേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം A, B and C are the correct answers. Thank you.